ഒരു സ്ത്രീ വേശ്യയാകുന്നത് സാഹചര്യങ്ങൾ മൂലമല്ല, ആ സ്ത്രീയുടെ ജനനത്തിനായി മാതാപിതാക്കൾ നടത്തിയ മൈഥുന പിഴവിനാലത്രേ. മനുഷ്യ ജീവിതഗതി പ്രസവ സമയപ്രകാരമല്ല, ഗർഭം ധരിക്കാനിടയായ മൈഥുനത്തിന്റെ മുഹൂർത്തവും മനോഗതിയും പ്രകാരമത്രേ. ജാതകത്തിൽ ധനിക യോഗമുള്ളവർ ദരിദ്രരാകുന്നതും ദരിദ്രയോഗമുള്ളവർ ധനികരാകുന്നതും ഇതിനാലത്രേ. ഗർഭം ധരിക്കാനിടയായ മൈഥുനത്തിന്റെ മുഹൂർത്തവും മനോഗതിയും പ്രസ്തുത മൈഥുനം മുതൽ മരണം വരെയും മാതാപിതാക്കൾ തുടരുന്ന മൈഥുനങ്ങളുടെ മുഹൂർത്തവും മനോഗതിയും അത്രേ മക്കളുടെ ജീവിത ഗതിവിഗതികളെ സ്വാധീനിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ. മക്കളുടെ സൽഗതിയുടെയും ദുർഗതിയുടെയും രഹസ്യം. ഗർഭം ധരിച്ച ശേഷം മാതാപിതാക്കളുടെ മരിക്കുവോളമുള്ള മൈഥുനം മക്കളുടെ ജീവിതഗതിയെ സാരമായി ബാധിക്കുമെന്ന് അമേരിക്കൻ ഗവേഷകർ കണ്ടെത്തി. സന്താന സൽഗതിക്കുതകുന്ന മൈഥുനവും സന്താന ദുർഗതി തടയാനുതകുന്ന ബ്രഹ്മചര്യവും എന്നെല്ലാം വേണമെന്നത് കണ്ടെത്താൻ അമേരിക്കൻ ഗവേഷകർക്ക് കഴിഞ്ഞില്ല, കഴിയുകയുമില്ല. സൽസന്തതി പിറക്കാനും ദോഷസന്തതി പിറക്കാതിരിക്കാനും മാത്രമല്ല, പിറന്ന ശേഷം മക്കൾക്ക് സൽഗതിക്കുതകുന്ന മൈഥുനവും ദുർഗതി തടയാനുതകുന്ന ബ്രഹ്മചര്യവും അടങ്ങിയ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ഋഷികൾ കണ്ടെത്തിയിരുന്നു. ഇത് വേദകാലത്തോടെ നിലച്ചെങ്കിലും 5000 കൊല്ലശേഷം ഗുരുബാബ പുനഃസ്ഥാപിച്ചു. ഹിന്ദുകുലനാരായ വേരായ സനാതന ധർമ്മത്തിന്റെ നെല്ലിപ്പടിയുമത്രേ ഗൃഹസ്ഥ ബ്രഹ്മചര്യം. ആർത്തവ 11-ാം ദിനത്തിലെ മൈഥുനത്താൽ പിറക്കുന്ന പെൺകുട്ടി ദുരാചാരിയും ആർത്തവ 12-ാം ദിനത്തിലെ മൈഥുനത്താൽ പിറക്കുന്ന ആൺകുട്ടി നപുംസകവും ആർത്തവ 13-ാം ദിനത്തിലെ മൈഥുനത്താൽ പിറക്കുന്ന പെൺകുട്ടി വേശ്യയുമാകുമെന്നാണ് ഹൈന്ദവ ദർശനാനുശാസനം. ഓരോ ആർത്തവശേഷവും ശരാശരി 12 നാളിലാണ് ഗർഭധാരണം വന്നിരിക്കെ എങ്കിൽ 8.5% പുരുഷന്മാർ നപുംസകങ്ങളും 8.5% വീതം സ്ത്രീകൾ ദുരാചാരികളും വേശ്യകളുമാകണമല്ലോ. എന്നാൽ അങ്ങനെയില്ലല്ലോ. നപുംസകങ്ങളും വേശ്യകളും ഉണ്ടാകുന്നത് സംബന്ധിച്ച ഹൈന്ദവ ദർശനങ്ങളിലെ ന്യൂനത ഗുരുബാബ പരിഹരിച്ചത് കേട്ടാലും. കൃഷ്ണപക്ഷത്തിലെയോ ശുക്ലപക്ഷത്തിലെയോ ഏകാദശിയും ആർത്തവത്തിന്റെ 11-ാം പക്കവും ഒക്കുന്ന ദിനത്തിലെ മൈഥുനത്താൽ പിറക്കുന്ന പെൺകുട്ടി ദുരാചാരിയായി മാറും. ശുക്ലപക്ഷ ദ്വാദശിയും ആർത്തവ 12-ാം പക്കവും ഒക്കുന്ന ദിനത്തിലെ മൈഥുനത്താൽ പിറക്കുന്ന ആൺകുട്ടി നപുംസകമായി മാറും. കൃഷ്ണപക്ഷ ത്രയോദശിയും ആർത്തവ 13-ാം പക്കവും ഒക്കുന്ന ദിനത്തിലെ മൈഥുനത്താൽ പിറക്കുന്ന പെൺകുട്ടി വേശ്യയായി മാറും. സ്ത്രീ വേശ്യയാകുന്നത് സാഹചര്യത്താലല്ല, മാതാപിതാക്കളുടെ ഇപ്രകാരം മൈഥുന മുഹൂർത്ത പിഴവിനാലത്രേ. ഗൃഹസ്ഥ ബ്രഹ്മചര്യം മുഖേനയുള്ള മൈഥുനത്താൽ ജന്മമെടുക്കുന്ന സന്തതികളിൽ ദുരാചാരികളും നപുംസകങ്ങളും വേശ്യകളും വികലാംഗരും മന്ദബുദ്ധികളും ഓട്ടിസം പോലുള്ള ജനിതക തകരാറുള്ളവരും മാത്രമല്ല, യാചകരും ഉണ്ടാകില്ല. ഹിന്ദുകുലനാരായ വേരായ സനാതനധർമ്മം നിലനിന്നിരുന്നെങ്കിൽ ഹിന്ദുക്കളിൽ വേശ്യകളും വികലാംഗരും നപുംസകങ്ങളും യാചകരും ഉണ്ടാകില്ലായിരുന്നു. സനാതനധർമ്മത്തിന്റെ ജീവിതപരാചാരങ്ങളായ ഷോഡശ സംസ്കാരങ്ങളിലെ ആദ്യത്തേതായ ഗർഭാധാനത്തിന്റെ സമൂലമൂലമായ ഗൃഹസ്ഥ ബ്രഹ്മചര്യവും വേദകാലത്തോടെ വേരറ്റിരുന്നതായി ഇതിനാൽ തെളിയുന്നു. സനാതനധർമ്മത്തിന്റെ ജീവിതപരാചാരങ്ങളായ ഷോഡശ സംസ്കാരങ്ങളിലെ ആദ്യത്തേതായ ഗർഭാധാനത്തിന്റെ സമൂലമൂല രഹസ്യവിധിയായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം മുഖേനയുള്ള സംയോഗത്താൽ പിറക്കുന്ന സന്തതികൾ സൽസ്വഭാവികളും ബുദ്ധിശാലികളും സുകൃതികളും കുറ്റമറ്റവരുമായിരിക്കും. സൽസന്തതി പിറക്കുന്നതിന് ലൈംഗിക രഹസ്യം. ശ്രേഷ്ഠ സൽസന്തതി പിറക്കുന്നതിന് ചോതി ഉത്രാടം നക്ഷത്രങ്ങളാണ് വേദവിധി. എന്നാൽ ശ്രീകൃഷ്ണ നക്ഷത്രമായ രോഹിണി കൂടി ഗുരുബാബ ഉൾപ്പെടുത്തി. ചോതി ഉത്രാടം രോഹിണി നക്ഷത്രവും ഉത്തമ തിഥിയും ആർത്തവ 14, 15, 16 പക്കവും ഒത്തുവരുന്ന അസുലഭ സന്ദർഭത്തിലെ മൈഥുനത്താൽ ഗർഭം ധരിച്ചു പിറക്കുന്നത് കുറ്റമറ്റ ശ്രേഷ്ഠ സന്തതിയുമായിരിക്കും. ചോതി ഉത്രാടം രോഹിണി സംബന്ധിയായ വിശുദ്ധ സുദിനം ഗർഭധാരണത്തിനായി അല്ലാതെ സാധാരണ മൈഥുനത്തിനരുത്. 100% വന്ധിയായിരുന്നാലും പ്രസവിക്കാൻ ഗൃഹസ്ഥ ബ്രഹ്മചര്യം. കാശേറെ ചെലവിട്ട സുദീർഘ വിദഗ്ധ ചികിത്സയ്ക്കൊടുക്കം 100% വന്ധ്യയെന്ന് ഡോക്ടർ വിധിച്ച ശേഷം വിവിധ ആരാധനകൾക്കായി കാശും കാലവും ഏറെ ചെലവിട്ട ശേഷം ദൈവം പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കാതെ ഈ ജന്മം കുഞ്ഞു പിറക്കില്ല എന്ന് തീർച്ചപ്പെട്ട ശേഷം ഗുരുബാബയെ അന്ത്യശരണമടഞ്ഞ് അമാവാസ്യോപാസനയും ഗൃഹസ്ഥ ബ്രഹ്മചര്യവും മുഖേന സൽസന്തതി പിറന്ന തീരാ വന്ധ്യകളേറെയാണ്. പ്രണയസാഫല്യത്തിനും ദാമ്പത്യദോഷം തീരാനും വിദേശ രാജ്യങ്ങളിലെ പോലെ പ്രഥമ രാത്രിയോടെയും മധുവിധു തീരും മുന്നേയും പ്രഥമ ഗർഭത്തിനിടെയുമുള്ള വിവാഹമോചനങ്ങൾ ഇന്ത്യയിലും ഇപ്പോൾ വ്യാപകവും സുലഭവുമാണ്. ദാമ്പത്യം തുടരുന്നവരിൽ തന്നെ കിടപ്പറയ്ക്കകത്ത് അപരിചിതരോ ശത്രുക്കളോ ആയ ദമ്പതികൾക്ക് ഗൃഹസ്ഥ ബ്രഹ്മചര്യം മൂലം സുഖദാമ്പത്യമുണ്ടാകും. പ്രണയം സഫലമാകാൻ ഗുരുബാബ ആശ്രമ കലണ്ടറിലെ ഗൃഹസ്ഥ ബ്രഹ്മചര്യ പ്രകാരമുള്ള നിഷിദ്ധ ദിനങ്ങളിൽ കമിതാക്കൾ തമ്മിൽ കാണരുത്, കണ്ടാലും ശൃംഗാരത്തിനിടയാകരുത്, മൊബൈലിലും ഇടപെടരുത്. സഹപാഠികളും സഹപ്രവർത്തകരും തമ്മിൽ കാണാതെ പറ്റില്ലെന്ന സാഹചര്യങ്ങളിൽ നിഷിദ്ധ ദിനങ്ങളിൽ കമിതാക്കൾ തമ്മിൽ തീരെ സ്പർശിക്കാതെയും തമ്മിൽ കണ്ണിൽ നോക്കാതെയും മാത്രം ഇടപെടണം. ഇപ്രകാരമായാൽ പ്രണയ നൈരാശ്യം ഉണ്ടാകാതെ ജീവിതം സഫലമായിടും. ഈ കലണ്ടറിലെ ഗൃഹസ്ഥ ബ്രഹ്മചര്യ സവിശേഷത. ദൈവാനുഗ്രഹ രഹസ്യവും വേദരത്നവുമായ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ഈ കലണ്ടറിലെ എല്ലാ മാസങ്ങളിലെയും 7-ാം കോളത്തിലാണുള്ളത്. സ്വസ്തിക് ചിഹ്നം ഹോളി വിശുദ്ധം. സൽസന്തതിക്കായി മൈഥുനത്തിനായുള്ള സുദിനം. #ചിഹ്നം എസ് സുദിനം. ഗർഭധാരണത്തിനായി അല്ലാത്ത സാധാരണ മൈഥുന സുദിനം. ക്രോസ് ചിഹ്നം നോ നിഷിദ്ധം. സന്താന സൽഗത്യർത്ഥ ബ്രഹ്മചര്യ സുദിനം. മൈഥുനം മാത്രമല്ല, സ്വയംഭോഗവും സ്വവർഗരതിയും പ്രകൃതി വിരുദ്ധരതിയും അടക്കം രതി സംബന്ധമായ ഏതിനും കർമ്മദോഷ നിവാരണാർത്ഥം സുദിന നിഷിദ്ധ നോ ദിനങ്ങൾ പരിപാലിക്കണം.
ഗൃഹസ്ഥ ബ്രഹ്മചര്യ പ്രകാരം മൈഥുനവും ബ്രഹ്മചര്യവും പരിപാലിക്കുന്നതിന് പാതിര 12 മണി മുതൽ പകൽ പിന്നിട്ട് അന്ന് പാതിര 12 മണി വരെ 24 മണിക്കൂർ വരുന്ന കാലയളവാണ് ബാധകം. അതായത് ചൊവ്വയും വ്യാഴവും നിഷിദ്ധവും ബുധൻ സുദിനവുമെങ്കിൽ ചൊവ്വ പാതിര 12 ശേഷവും ബുധൻ പാതിര 12 മണി വരെയും പകലൊഴികെ സംയോഗമാകാം. സന്താനലബ്ധിക്കായുള്ള വിശുദ്ധ മൈഥുനവും ദീക്ഷിക്കേണ്ടതായ ബ്രഹ്മചര്യവും ഇതേവിധം പാതിര 12 മുതൽ പകൽ പിന്നിട്ട് പാതിര വരെ 24 മണിക്കൂറാണ് ബാധകം. ആർത്തവം ഇല്ലാത്തതായ അമ്മമാർ മക്കളുടെ സൽഗതിക്കായി ഗൃഹസ്ഥ ബ്രഹ്മചര്യത്തോടൊപ്പം ഇംഗ്ലീഷ് മാസത്തിലെ 11, 12, 13 തീയതികളിൽ മൈഥുനം ഒഴിവാക്കലാണ് ഉചിതം. അടുത്ത മാസത്തെ ഗൃഹസ്ഥ ബ്രഹ്മചര്യം 1-ാം തീയതി ഇതേവിധം സംപ്രേഷണം ചെയ്യും. ജീവിച്ചിരിക്കെ ദൈവാനുഗ്രഹത്തിന് മാത്രമല്ല, മരണശേഷം മോക്ഷത്തിന് അഥവാ സ്വർഗലബ്ധിക്കുമുള്ള ജീവിതോന്നതിയുടെ അനുപമ സിദ്ധി രഹസ്യവുമത്രേ ഗൃഹസ്ഥ ബ്രഹ്മചര്യം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മെയിൻ റോഡരികിലാണ് പ്രത്യക്ഷ ദൈവവും കലിയുഗാവതാരവുമായ ഗുരുബാബയുടെ സന്നിധാനവും അന്ത്യശരണം ദക്ഷിണേശ്വര ക്ഷേത്രവും. നിനക്ക് നിന്നാൽ നീയാകാൻ അനുഗ്രഹത്തിനുതകുന്ന യു ആർ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.